ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2010 ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിൽ പുറത്തിറങ്ങിയ ഇൻസെപ്ഷൻ എന്നൊരു ബ്രഹ്മാണ്ഡ ചിത്രത്തെയാണ്. ഈ സിനിമ മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്, എങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മനസ്സിലാക്കി കാണേണ്ട സിനിമകളിൽ ഞാൻ ഇത് ഉൾപ്പെടുത്തും. ഇത് ക്രിസ്റ്റഫർ നോളന്റെ പടമാണ്, അതുകൊണ്ട് തന്നെ കാണുന്നവരെ എത്രത്തോളം കൺഫ്യൂസ് ചെയ്യിപ്പിക്കുമെന്ന് ക്രിസ്റ്റഫർ നോളന്റെ പടങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടർ ലിയോനാർഡോ ഡികാപ്രിയോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ലിസ്റ്റിൽ ഏറ്റവും മുകളിലുള്ള വ്യക്തിയാണ്. എല്ലാവരും ടൈറ്റാനിക് എന്ന സിനിമ കണ്ടു കാണുമല്ലോ, അതിലെ നായകനും ഡികാപ്രിയോ ആണ്. ഇനി നമുക്ക് ഇതിന്റെ വൺ ലൈനിലേക്ക് പോകാം. ഒരാളുടെ സ്വപ്നത്തിലേക്ക് പ്രവേശിച്ച് ആ വ്യക്തിയുടെ മനസ്സിലുള്ള രഹസ്യങ്ങളെ അറിയുന്ന ഒരു ഹൈടെക് മോഷ്ടാവാണ് സിനിമയുടെ നായകൻ കോബ്. അങ്ങനെ ഇരിക്കുമ്പോൾ സൈറ്റോ എന്ന ബിസിനസ്മാൻ കോബിന് ഒരു മിഷൻ കൊടുക്കുന്നു. ആ മിഷൻ കോബ് പൂർത്തിയാക്കിയോ ആ മിഷനിലൂടെ അവർ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെ എന്നതാണ് സിനിമയുടെ ബാക്കി കഥ. ഒരു കാര്യം കൂടി ഞാൻ ആദ്യമേ പറയാം, കഥ റിയാലിറ്റിയും ഫ്ലാഷ് ബാക്കും മിക്സ് ചെയ്താണ് മൂവ് ആകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ടൈം ലൈൻ അനുസരിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫുൾ മൂവി എക്സ്പ്ലെയിനിലേക്ക് പോകാം. സിനിമയുടെ നായകനായ കോബും ഭാര്യ മോളും ചേർന്ന് സ്വപ്നം ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീൻ ഉണ്ടാക്കുന്നു. അത് ടെസ്റ്റ് ചെയ്യാനായി മാളിന്റെ സ്വപ്നത്തിലേക്ക് കോബ് പ്രവേശിക്കാൻ തീരുമാനിക്കുന്നു. ഉറങ്ങുന്നതിനിടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായി പെട്ടെന്ന് എഴുന്നേൽക്കാതിരിക്കാൻ അവർ സ്ട്രോങ് ഡ്രഗ് യൂസ് ചെയ്യുന്നു. അത് അവരെ കൂടുതൽ നേരം ഉറങ്ങാൻ സഹായിക്കും. അതുപയോഗിച്ച് രണ്ടുപേരും ഉറങ്ങുന്നു. ആ മെഷീന്റെ സഹായത്തോടെ കോബ് മാളിന്റെ സ്വപ്നത്തിലേക്ക് പ്രവേശിക്കുന്നു. റിയൽ വേൾഡിൽ ആ ഡ്രഗിന്റെ പവർ 5 മണിക്കൂർ വരെ ഉണ്ടാകും. റിയൽ വേൾഡിലുള്ള 5 മണിക്കൂർ ഡ്രീം വേൾഡിൽ 50 വർഷമോ അതിൽ കൂടുതലോ വരാം. അത്രയും വർഷങ്ങളൊന്നും അവർ ഡ്രീം വേൾഡിൽ ജീവിക്കാൻ പോകുന്നില്ല. സ്വപ്നത്തിൽ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ആണെങ്കിൽ അവർ തിരിച്ച് റിയൽ വേൾഡിലെത്തും. അതുകൊണ്ട് സ്വപ്നത്തിൽ പ്രവേശിച്ചതിന് ശേഷം റിയൽ വേൾഡിലേക്ക് സൂസൈഡ് ചെയ്ത് തിരിച്ചു വരാം എന്നതാണ് അവരുടെ പ്ലാൻ. അവർ രണ്ടുപേരും ഡ്രീം വേൾഡിലേക്ക് പോയി അവർക്കായി ഒരു വേൾഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. തന്റെ മെഷീൻ വർക്കായ സന്തോഷത്തിൽ അവർ ഡ്രീം വേൾഡിൽ സൂസൈഡ് ചെയ്ത് റിയൽ വേൾഡിലേക്ക് വരുന്നു. അവരുടെ ജീവിതം പിന്നീട് സന്തോഷത്തോടെ പോകുന്നു. മാൾ തന്നിൽ നിന്നും എന്തോ മറച്ചു വയ്ക്കുന്നത് പോലെ കോബിന് തോന്നിയതുകൊണ്ട് മാൾ ചെറുപ്പത്തിൽ താമസിച്ച് വീട്ടിൽ കയറി പരിശോധിക്കുന്നതിനിടെ അവിടെ ഒരു ലോക്കർ കണ്ടെത്തുന്നു. അത് കോബ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു പമ്പരമുണ്ട്. അതിന്റെ പേരാണ് ടോട്ടം. ടോട്ടം എന്നത് ഒരു കോൺസെപ്റ്റ് ആണ്. അതുണ്ടാക്കിയത് മാളാണ്. ഡ്രീം വേൾഡിലേക്കും റിയൽ വേൾഡിലേക്കും പലവട്ടം പ്രവേശിക്കുമ്പോൾ ഏതാണ് റിയൽ ഏതാണ് ഡ്രീം എന്ന സംശയം വരാം. ആ സംശയം ക്ലിയർ ആക്കാനാണ് മാൾ അത് ക്രിയേറ്റ് ചെയ്തത്. അതായത് ആ ടോട്ടം കറക്കുമ്പോൾ അത് നിർത്താതെ കറങ്ങിയാൽ അവർ ഉള്ളത് ഡ്രീം വേൾഡിലാണ്. എന്നാൽ കുറച്ചു നേരം കറങ്ങി അത് താഴെ വീണാൽ അത് റിയൽ വേൾഡ് ആണെന്ന് ഉറപ്പിക്കാം. ഇപ്പോ കോബ് ആ ടോട്ടം എടുത്ത് കറക്കി നോക്കുന്നു, പക്ഷെ അത് നിർത്താതെ കറങ്ങുന്നു. ഇത് കണ്ട് കോബിന് ഒരു കാര്യം മനസ്സിലാകുന്നു, അവർ ഇപ്പോഴും ഡ്രീം വേൾഡിലാണെന്ന്. അവർ രണ്ടുപേരും മെഷീൻ ടെസ്റ്റ് ചെയ്യാൻ ഡ്രീം വേൾഡിലേക്ക് പ്രവേശിച്ചു. അവിടെ വെച്ച് അവർ സൂസൈഡും ചെയ്തു. അപ്പോ പിന്നെ എങ്ങനെ ഇപ്പോഴും ഡ്രീം വേൾഡിൽ തന്നെ നിൽക്കുന്നു എന്ന സംശയം നിങ്ങൾക്ക് വരാം. ഇതിന്റെ കാരണം നോർമലായി കിടന്നുറങ്ങി മെഷീൻ ഉപയോഗിച്ച് ഡ്രീം വേൾഡിലേക്ക് പ്രവേശിച്ച് സൂസൈഡ് ചെയ്താൽ റിയൽ വേൾഡിലെത്തും. പക്ഷേ ഇവർ പവർഫുൾ ആയ ഡ്രഗ് ഉപയോഗിച്ചത് കൊണ്ട് റിയാലിറ്റിക്ക് പകരം ഡ്രഗിന്റെ വീര്യം കുറയുന്നതുവരെ ലിംബോ എന്ന സ്ഥലത്തേക്ക് പോകും. ലിംബോ എന്നത് ഒരു അവസാനമില്ലാത്ത ഡ്രീമിന്റെ ഒരു പാർട്ടാണ്. ലിംബോയിൽ കുടുങ്ങിയാൽ ഇതാണ് റിയൽ വേൾഡ് എന്ന് നമ്മൾ വിചാരിക്കും. ഇത് സ്വപ്നമാണെന്നുള്ള ഫീൽ നമുക്കുണ്ടാകില്ല. സോ കോബും മാളും ഇപ്പോൾ ലിംബോയിലാണ് ഉള്ളതെന്ന് കോബ് മനസ്സിലാക്കുന്നു. ഇതറിയാതെ തന്നെ ഡ്രീം വേൾഡിൽ അവർ 50 വർഷം താമസിച്ചു കഴിഞ്ഞു. 50 വർഷം താമസിച്ചത് കൊണ്ട് ആ ഡ്രഗിന്റെ പവർ കുറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ലിംബോയിൽ നിന്ന് രണ്ടുപേരും സൂസൈഡ് ചെയ്താൽ അവർ റിയൽ വേൾഡിലെത്തും. കോബ് ഇക്കാര്യം ഓടിച്ചെന്ന് മാളിനെ അറിയിക്കുന്നു. മാളിന്റെ പഴയ വീട്ടിൽ പോയ കാര്യമോ ആ ടോട്ടം എടുത്ത് കറക്കിയ കാര്യമോ അവൻ മാളിനോട് പറയുന്നില്ല. മാൾ കോബ് പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം ലിംബോയിനെ റിയൽ വേൾഡ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് മാൾ. എങ്കിലും കോബ് പറഞ്ഞതുകൊണ്ട് ഇത് ഡ്രീം വേൾഡ് ആണോ അതോ റിയൽ വേൾഡ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാൾ ലോക്കറിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ടോട്ടം എടുത്ത് കറക്കി നോക്കുന്നു. പക്ഷേ അത് കറങ്ങി കുറച്ചു നേരത്തിനുള്ളിൽ താഴേക്ക് വീഴുന്നു. അതുകൊണ്ട് ലിംബോയെ റിയാലിറ്റി എന്ന് മാൾ വിശ്വസിക്കുന്നു. മാൾ കറക്കിയപ്പോൾ ടോട്ടം നിന്നതിന് കാരണം മാളാണ് ആ ടോട്ടത്തെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ ടോട്ടം മാളിന്റെ കൺട്രോളിലായിരുന്നു. അതിനെ എപ്പോ കോബ് എടുത്ത് കറക്കിയോ അപ്പോൾ മുതൽ ആ ടോട്ടം കോബിന്റെ കൺട്രോളിലായി. അതുകൊണ്ട് ഇനി ആ ടോട്ടം കോബിനെ ഉപയോഗിക്കാൻ കഴിയൂ. മാളിന് അത് വർക്കാകില്ല. അതുകൊണ്ടാണ് മാൾ ആ ടോട്ടത്തെ ഒരു ലോക്കറിൽ സീക്രട്ടായി ഒളിപ്പിച്ചു വെച്ചിരുന്നത്. കോബ് ആ ടോട്ടം എടുത്ത് ഉപയോഗിച്ചെന്ന് മാളിന് അറിയില്ല. അതുകൊണ്ടാണ് മാൾ കറക്കിയപ്പോൾ ആ ടോട്ടം കറങ്ങി നിന്നത്. അതുകൊണ്ട് മാൾ കോബിനോട് ഇത് ലിംബോ അല്ല, ഇതാണ് റിയൽ വേൾഡ് എന്ന് പറയുന്നു. പക്ഷേ കോബ് എത്ര ശ്രമിച്ചിട്ടും അവൾ അത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ മാളിന് ഇക്കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ കോബ് ഒരു പ്ലാൻ ചെയ്യുന്നു. അതിന്റെ പേരാണ് ഇൻസെപ്ഷൻ. അതായത് ഒരു വ്യക്തിയുടെ സ്വപ്നത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ചിന്തകൾ അവരുടെ ചിന്തകളെ പോലെ ആഴ്മനസ്സിൽ വിതയ്ക്കും. അതുമൂലം ആ ചിന്ത സ്വയം ചിന്തിച്ചതാണെന്നേ ആ വ്യക്തിക്ക് തോന്നും. അങ്ങനെ ഇൻസെപ്ഷൻ ചെയ്ത് മാളിന്റെ ആഴ്മനസ്സിൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് ലിംബോയിലാണ്
റിയൽ വേൾഡ് അല്ല എന്ന ചിന്ത കോബ് വിതയ്ക്കുന്നു. അങ്ങനെ മാളും അത് ഡ്രീം വേൾഡ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ രണ്ടുപേരും ഡ്രീം വേൾഡിൽ നിന്നും റിയൽ വേൾഡിലേക്ക് വരാൻ ഒരു റെയിൽവേ ട്രാക്കിൽ കിടന്ന് സൂസൈഡ് ചെയ്യുന്നു. അങ്ങനെ റിയൽ വേൾഡിൽ എത്തുന്നു. എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് കോബ് വിചാരിക്കുമ്പോഴാണ് പുതിയൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് മാളിന്റെ ആഴ്മനസ്സിൽ നമ്മൾ ഇപ്പോഴുള്ളത് റിയൽ വേൾഡ് അല്ല എന്ന ചിന്ത വിതച്ചതുകൊണ്ട് ഇപ്പോഴും മാൾ ഇത് ഡ്രീം വേൾഡ് ആണെന്നാണ് കരുതുന്നത്. മാൾ കോബിനോട് കോബ് ഇത് റിയൽ വേൾഡ് അല്ല, വാ നമുക്ക് സൂസൈഡ് ചെയ്ത് റിയൽ വേൾഡിലേക്ക് പോകാം എന്ന് പറയുന്നു. അതിന് കോബ് ഇപ്പോൾ നമ്മൾ റിയൽ വേൾഡിലാണ് ഉള്ളതെന്ന് മാളിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ മാൾ അത് വിശ്വസിക്കുന്നില്ല. കാരണം കോബ് വിതച്ച ചിന്തകൾ അവളുടെ മനസ്സിൽ തന്നെയുണ്ട്. അതുകൊണ്ട് സ്വന്തം മക്കളെ തന്നെ അവൾ വെറുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ദിവസങ്ങൾ കടക്കുന്നു. അവളുടെ ആനിവേഴ്സറി ദിവസം മാളിന് ബൊക്കെ വാങ്ങി കോബ് അവളെ കാണാൻ പോകുന്നു. കോബ് റൂമിലേക്ക് കയറുമ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെ ചിതറിക്കിടക്കുന്നതാണ് കാണുന്നത്. ആ റൂമിലെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ബിൽഡിംഗിൽ മാൾ താഴേക്ക് ചാടാനായി റെഡിയായി നിൽക്കുന്നതാണ് കോബ് കാണുന്നത്. കോബ് അവളോട് ചാടരുത്, പ്ലീസ് തിരിച്ചു വാ എന്ന് യാചിക്കുന്നു. പക്ഷേ മാൾ കോബിനോട് നമ്മൾ ഇപ്പോഴും ഡ്രീം വേൾഡിലാണ്, നീ എന്റെ കൂടെ വാ, നമുക്ക് സൂസൈഡ് ചെയ്ത് ഡ്രീം വേൾഡിലേക്ക് പോകാം എന്ന് പറയുന്നു. കോബ് ഇതാണ് റിയൽ വേൾഡ്, ഇവിടെ നീ സൂസൈഡ് ചെയ്താൽ ഇനി തിരിച്ചു വരില്ല എന്ന് അവളോട് പറയുന്നു. അതിന് മാൾ നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ അവർ നിന്നെ കൊണ്ടുപോകുമെന്ന് പറയുന്നു. അതിന് കോബ് നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവളോട് ചോദിക്കുന്നു. മാൾ ഞാൻ മരിച്ചാൽ എന്റെ മരണത്തിന് കാരണക്കാരൻ നീയാണെന്ന് ഒരു ലെറ്റർ എഴുതി എന്റെ വക്കീലിന് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതെല്ലാം സ്വപ്നമെന്ന് കരുതിയിട്ടാണ് മാൾ ചെയ്തത്. കോബ് അവളോട് ചാടരുതെന്ന് കരഞ്ഞപേക്ഷിക്കുന്നു. പക്ഷെ അവൾ ചാടി മരിക്കുന്നു. കോബ് ഇത് കണ്ട് കരയുന്നു. ഇപ്പോ മാൾ തന്റെ മരണത്തിന് കാരണം കോബാണെന്ന് എഴുതി വെച്ചത് കൊണ്ട് പോലീസ് അവനെ പിടിക്കാൻ വരുന്നു. അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കോബ് അമേരിക്കയിൽ നിന്നും വേറെ ഒരു നാട്ടിലേക്ക് പോകുന്നു. കോബിന്റെ മക്കൾ രണ്ടുപേരും അമേരിക്കയിലാണ്. പക്ഷേ അവരെ കാണാൻ അമേരിക്കയിലേക്ക് കാലുകുത്തിയാൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യും. തന്റെ ഒരു തെറ്റ് മൂലമാണ് മാൾ മരിച്ചതെന്ന കുറ്റബോധം കോബിനെ വേദനിപ്പിക്കുന്നു. കോബിന് മാളിനെ മറക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ കോബ് ആ ഡ്രീം മെഷീൻ ഉപയോഗിച്ച് ഓരോ ബിസിനസ്മാന്റെ സ്വപ്നത്തിൽ പ്രവേശിച്ച് അവരുടെ ചിന്തകളെ മോഷ്ടിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. പക്ഷേ കോബ് ഇൻസെപ്ഷൻ ചെയ്യുന്നില്ല. അങ്ങനെ കോബ് സൈറ്റോ എന്ന വ്യക്തിയുടെ ഐഡിയാസിനെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സൈറ്റോ ഇതുപോലെ ഡ്രീം മെഷീൻ ഉപയോഗിച്ച് ഐഡിയാസ് മോഷ്ടിക്കാതിരിക്കാൻ ട്രെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് കോബ് പരാജയപ്പെടുന്നു. അതുകൊണ്ട് കോബ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. കോബ് എപ്പോൾ ഡ്രീം ഷെയർ ചെയ്താലും അവസാനം ഒരു ഗണ്ണും ടോട്ടമും കയ്യിൽ കരുതും. ടോട്ടം കരക്കി നോക്കും. കോബ് ഡ്രീമിൽ തന്നെയാണെങ്കിൽ സൂസൈഡ് ചെയ്ത് റിയൽ വേൾഡിൽ എത്താനാണ് ആ ഗൺ. കോബിന് ഒരു ഫോൺ കോൾ വരുന്നു. അത് അവന്റെ മക്കളാണ്. അവന്റെ മക്കളെ കാണാൻ അവന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അവന് സാധിക്കുന്നില്ല. അവൻ ഫോണിൽ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യുന്നു. സൈറ്റോയുടെ ചിന്ത കണ്ടുപിടിക്കാനുള്ള ശ്രമം ഫെയിൽ ആയതുകൊണ്ട് ആ നാട്ടിൽ നിന്നും വേറെ നാട്ടിലേക്ക് പോകാൻ കോബ് തീരുമാനിക്കുന്നു. കോബിന്റെ ഫ്രണ്ടായ ആർത്തർ വന്ന് കോബിനെ കൂട്ടി ഹെലികോപ്റ്ററിലേക്ക് കൊണ്ടുപോകുന്നു. വേറെ നാട്ടിൽ പോകാനാണ് അവരുടെ പ്ലാൻ. ഹെലികോപ്റ്ററിന്റെ അടുത്തെത്തിയതും അകത്ത് സൈറ്റോ ഇരിക്കുന്നത് കണ്ട് അവർ ഞെട്ടുന്നു. സൈറ്റോ അവരോട് ഹെലികോപ്റ്ററിൽ കയറാൻ പറയുന്നു. എന്നിട്ട് പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല, പകരം നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നു. എന്താണ് നിനക്ക് വേണ്ടതെന്ന് കോബ് സൈറ്റോയോട് ചോദിക്കുമ്പോൾ അതിന് സൈറ്റോ എനിക്ക് വേണ്ടി നിങ്ങൾ ഇൻസെപ്ഷൻ ചെയ്യണം എന്ന് പറയുന്നു. പക്ഷേ കോബ് മാളിന്റെ മരണത്തിന് ശേഷം ഇൻസെപ്ഷൻ ചെയ്യുന്നത് ഉപേക്ഷിച്ചിരുന്നു. എനിക്കത് സാധിക്കില്ല എന്ന് പറഞ്ഞ് കോബ് ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ സൈറ്റോ അവനോട് നീ എനിക്ക് വേണ്ടി ഈ കാര്യം ചെയ്താൽ നിന്റെ മേലുള്ള എല്ലാ പോലീസ് കേസും ഞാൻ മാറ്റിത്തരാം, നിനക്ക് തിരിച്ച് അമേരിക്കയിലേക്ക് പോയി നിന്റെ മക്കളോട് കൂടെ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് പറയുന്നു. കോബ് ഇത് കേട്ടതും മക്കളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇൻസെപ്ഷൻ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. ആരെയാണ് ഇൻസെപ്ഷൻ ചെയ്യേണ്ടതെന്ന് കോബ് ചോദിക്കുമ്പോഴാണ് സൈറ്റോ പറഞ്ഞു തുടങ്ങുന്നത്. ലോകത്തിലെ ടോപ്പ് ബിസിനസ്മാനിൽ രണ്ടാം ആളാണ് സൈറ്റോ. സൈറ്റോയുടെ എതിരാളി ഇപ്പോൾ വയസ്സായി മരിക്കാൻ കിടക്കുകയാണ്. ആ വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ മകൻ അച്ഛന്റെ ബിസിനസ് ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുത്താൽ സൈറ്റോ പിന്നെയും രണ്ടാം സ്ഥാനത്തായിരിക്കും. അതുകൊണ്ട് എതിരാളിയുടെ മകന്റെ സ്വപ്നത്തിൽ പ്രവേശിച്ച് അവന്റെ ചിന്തയിൽ അവന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛന്റെ ബിസിനസ് ഏറ്റെടുക്കാതെ സ്വന്തമായി ബിസിനസ് ചെയ്ത് ജീവിക്കണമെന്ന ചിന്ത ഇൻസെപ്ഷനിലൂടെ എതിരാളിയുടെ മനസ്സിൽ വിതയ്ക്കണം. അങ്ങനെ വരുമ്പോൾ മകൻ ആ ബിസിനസ് ഏറ്റെടുക്കില്ല. സൈറ്റോ ബിസിനസ് രംഗത്ത് ഒന്നാം സ്ഥാനം നേടുകയും ചെയ്യും. ഇതാണ് പ്ലാൻ. കോബും ഇൻസെപ്ഷൻ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. അതിനുവേണ്ടി കോബ് ഒരു ടീമിനെ റെഡിയാക്കുന്നു. ഇപ്പോൾ കോബും ആർത്തറുമുണ്ട്. കൂടാതെ അവർ സ്വപ്നത്തിൽ ഒരു യൂണിക് വേൾഡിനെ ഡിസൈൻ ചെയ്യാൻ അവർക്ക് ക്രിയേറ്റീവായ ഒരു ആർക്കിടെക്ചറിനെ ആവശ്യമുണ്ട്. അരിയാട്നെ എന്ന പെണ്ണിനെ പരിചയപ്പെടുത്തുന്നു. അവൾ ഒരു
ബെസ്റ്റ് ഡിസൈനർ ആണ്. അവൾക്ക് കോബ് ഓരോ ടെസ്റ്റ് വെച്ച് നോക്കുന്നു. അവൾ അതിൽ വിജയിക്കുന്നു. അതിനുശേഷം തന്റെ പ്ലാൻ അവൾക്ക് വിശദീകരിക്കുന്നു. അവൾ ഒരാളുടെ സ്വപ്നത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ യുണീക്കായ ഒരു വേൾഡിനെ ക്രിയേറ്റ് ചെയ്യണം. അവിടേക്ക് നമ്മുടെ സബ്ജക്റ്റിനെ കൊണ്ടുവന്ന് അവനെ ട്രാപ്പിലാക്കണം. നമ്മൾ ഡ്രീം വേൾഡിലായിരിക്കുമ്പോൾ നമ്മളെല്ലാം റിയാലിറ്റി എന്നേ കരുതൂ. ഉണർന്നു കഴിയുമ്പോഴാണ് എല്ലാം സ്വപ്നമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക. ഉദാഹരണത്തിന്, ഏതൊരു സ്വപ്നത്തിലും തുടക്കം നമുക്ക് ഓർമ്മ കാണില്ല, ശരിയല്ലേ എന്ന് കോബ് അവളോട് ചോദിക്കുന്നു. അരിയാട്നി അതെ എന്ന് മറുപടി പറയുന്നു. ഓക്കെ, എങ്കിൽ നീ എങ്ങനെയാണ് ഈ ടീ ഷോപ്പിലേക്ക് വന്നതെന്ന് ഓർക്കുന്നുണ്ടോ എന്ന് കോബ് അവളോട് ചോദിക്കുന്നു. അവൾക്കൊന്നും ഓർമ്മയില്ല. അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് അവൾ ഇപ്പോഴുള്ളത് ഡ്രീം വേൾഡിലാണെന്ന്. ഇക്കാര്യം അരിയാട്നി മനസ്സിലാക്കിയ ഉടൻ ആ സ്ഥലമെല്ലാം പൊട്ടിത്തെറിക്കുന്നു. അവൾ പതുക്കെ കണ്ണു തുറക്കുന്നു. ആക്ച്വലി അവളുടെ ഡ്രീം വേൾഡിലേക്കാണ് കോബ് വന്നത്. അരിയാട്നി ആകെ 5 മിനിറ്റേ ഉറങ്ങിയുള്ളൂ. പക്ഷേ സ്വപ്നത്തിൽ 1 മണിക്കൂർ നേരമാണ് അവർ സംസാരിച്ചിരുന്നത്. കാര്യങ്ങളൊക്കെ ഏകദേശം അവൾ മനസ്സിലാക്കിയത് കൊണ്ട്, ശരി, ഇനി നീ എന്റെ ഡ്രീം വേൾഡിലേക്ക് വന്ന് ക്രിയേറ്റീവായി ഡിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞ് അവളെ കോബിന്റെ സ്വപ്നത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവൾ ഇപ്പോൾ കോബിന്റെ ഡ്രീം വേൾഡിലാണ്. അവിടെ ധാരാളം ആളുകളുണ്ട്. അരിയാട്നി ഡിസൈൻ ചെയ്യുന്നു എന്ന പേരിൽ ആ സിറ്റിയെ പേപ്പർ മടക്കുന്നത് പോലെ സിറ്റിയുടെ ഒരു ഭാഗത്തെ തലകീഴിലാക്കി മാറ്റിവെക്കുന്നു. രണ്ടുപേരും കൂളായി കുത്തനെയുള്ള ആ റോഡിലൂടെ നടന്നു നീങ്ങുന്നു. കോബിന്റെ ഡ്രീമിലെ എല്ലാ മനുഷ്യരും അരിയാട്നിയെ തുറച്ചു നോക്കുന്നത് കൊണ്ട് ഇതിന്റെ കാരണം എന്താണെന്ന് കോബിനോട് അവൾ ചോദിക്കുന്നു. അതിന് കോബ്, എന്റെ ആഴ്മനസ്സിലെ ക്യാരക്ടേഴ്സ് ആണ് ഇത്. നീ വന്ന് എല്ലാം ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് അവർ നിന്നെ സംശയത്തോടെ നോക്കുകയാണ് എന്ന് പറയുന്നു. അരിയാട്നി ഡ്രീം വേൾഡിൽ ഓരോ ഡിസൈൻ വിചാരിക്കുന്നതിനനുസരിച്ച് ഡ്രീം വേൾഡിൽ ചേഞ്ച് ആകുന്നു. അവളെ ക്രിയേറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് റിയൽ വേൾഡിലുള്ള സ്ഥലങ്ങളെ ഡ്രീം വേൾഡിൽ അവൾ കൊണ്ടുവരുന്നു. ഇത് കണ്ടയുടനെ കോബ് തന്റെ ഭാര്യയെ ഓർക്കുന്നു. പെട്ടെന്ന് കോബ് അരിയാട്നിയോട്, റിയൽ വേൾഡിലുള്ള ട്രീസ്, ടെലിഫോൺ ബൂത്ത് എന്നിവ നിനക്ക് ഡ്രീം വേൾഡിലേക്ക് കൊണ്ടുവരാം, പക്ഷേ റിയൽ വേൾഡിലുള്ള സ്ഥലങ്ങൾ ഡ്രീം വേൾഡിൽ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യരുത്. കാരണം പിന്നീട് ഇത് റിയൽ വേൾഡ് ആണോ ഡ്രീം വേൾഡ് ആണോ എന്ന് മനസ്സിലാകാതെ വരും എന്ന് പറയുന്നു. പക്ഷേ അരിയാട്നെ ഒന്നും കേൾക്കുന്ന മട്ടല്ല. കോബിന് ദേഷ്യം വരുന്നു. അതേസമയം കോബിന്റെ ഡ്രീമിലെ എല്ലാ ക്യാരക്ടറും അവളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ആ കൂട്ടത്തിൽ നിന്നും കോബിന്റെ വൈഫ് മാൾ വന്ന് ഒരു കത്തിയെടുത്ത് അരിയാട്നയുടെ വയറ്റിൽ കുത്തുന്നു. റിയാലിറ്റിയിൽ അരിയാട്നെ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നു. കോബ് എഴുന്നേറ്റ് പോയി തോട്ടം എടുത്ത് കറക്കി നോക്കുന്നു. അത് കറങ്ങി വീഴുന്നു. കോബ് ഒരിക്കലും ഇൻസെപ്ഷന്റെ മെയിൻ പാർട്ട് വഹിക്കില്ല. കാരണം കോബിന് ഇപ്പോഴും തന്റെ ഭാര്യ മരിച്ചതിൽ കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെ കോബിന്റെ ഡ്രീം വേൾഡിൽ മാളുണ്ട്. ഇൻസെപ്ഷനിടയ്ക്ക് മാൾ വന്ന് അവളുടെ പ്ലാൻ മുഴുവനും തകർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മാക്സിമം ഇൻസെപ്ഷനിൽ മാളിനെ കുറിച്ച് ചിന്തിക്കാതെ കോബ് ഒതുങ്ങിയിരിക്കും. ഇപ്പോൾ അവർക്ക് വേറൊരാളെ കൂടി ആവശ്യമുണ്ട്. അതായത് സ്വപ്നത്തിൽ സബ്ജക്റ്റിന് വേണ്ടപ്പെട്ടവരുടെ രൂപം സ്വീകരിച്ച് സബ്ജക്റ്റിനെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ആളായിരിക്കണം അത്. അതിനുവേണ്ടി കോബ് ഈംസിനെ മീറ്റ് ചെയ്യുന്നു. ഈംസിനോട് സംസാരിച്ച് അവനെയും ടീമിൽ ഉൾപ്പെടുത്തുന്നു. ഇൻസെപ്ഷൻ നടത്താൻ അവർ കൂടുതൽ നേരം സ്വപ്നത്തിലായിരിക്കണം. അതിനുവേണ്ടി അവർ യൂസഫ് എന്ന വ്യക്തിയെ ചെന്ന് കാണുന്നു. യൂസഫിനോട് കോബ് തന്റെ പ്ലാൻ വിശദീകരിക്കുന്നു. സബ്ജക്റ്റിന്റെ മനസ്സിൽ ഓരോ ഡ്രീം ലെയർ ഇട്ട് ആഴ്മനസ്സിൽ ചെന്ന് തന്റെ ഐഡിയ വിതയ്ക്കണമെന്ന് കോബ് യൂസഫിനോട് പറയുന്നു. ഇത് കേട്ട് യൂസഫ്, അപ്പോൾ നിങ്ങൾ സ്വപ്നത്തിനകത്ത് സ്വപ്നം എന്നിങ്ങനെ 2 ലെയർ ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു. അത് കേട്ട് കോബ്, അല്ല 3 ലെയർ എന്ന് പറയുന്നു. ഇത് കേട്ടയുടനെ യൂസഫ് ഇത് ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നു. പക്ഷേ കോബ്, ഇത് പോസിബിൾ ആണ്. അതിനു വേണ്ട പവർഫുൾ ആയ ഡ്രഗ് വേണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. യൂസഫും അവരോട് കൂടെ ചേരുന്നു. കോബ്, ആർത്തർ, അരിയാട്നെ, സൈറ്റോ, ഈംസ്, യൂസഫ് ഇവർ 6 പേരും ഇൻസെപ്ഷനിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. സൈറ്റോ ഇൻസെപ്ഷൻ ചെയ്യേണ്ട സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് കോബിന് കൊടുക്കുന്നു. ആ സബ്ജക്റ്റിന്റെ പേര് ഫിസ്ചർ. സോ ഈ ഫിസ്ചറിന്റെ മനസ്സിലാണ് നീ നിന്റെ അച്ഛന്റെ ബിസിനസ് ഏറ്റെടുക്കരുത്, സ്വയം ബിസിനസ് ചെയ്ത് ജീവിക്കണമെന്ന ഐഡിയ വിതയ്ക്കേണ്ടത്. സോ അവരുടെ പ്ലാൻ ഞാൻ വിശദീകരിക്കാം. ഇവരാരും ഫിഷറിന്റെ സ്വപ്നത്തിലേക്ക് പോകാൻ പോകുന്നില്ല. ഫിഷറിനെയാണ് അവരുടെ ഡ്രീം വേൾഡിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതായത് റിയാലിറ്റിയിൽ ആദ്യം യൂസഫ് സ്വപ്നം കാണും. ആ സ്വപ്നത്തിലേക്ക് ഫിഷറിനെ ഉൾപ്പെടെ ബാക്കി 6 പേരും പ്രവേശിക്കും. ഇതാണ് ഡ്രീമിന്റെ ഫസ്റ്റ് ലെയർ. ഇപ്പോൾ ഫസ്റ്റ് ലെയറിൽ യൂസഫ് ഉണർന്നിരിക്കും. ബാക്കിയുള്ള 6 പേരിൽ ആർത്തർ സ്വപ്നം കാണും. ആ സ്വപ്നത്തിലേക്ക് ഈംസ്, കോബ്, അരിയാട്നെ, സൈറ്റോ, ഫിഷർ എന്നിവരെ കൊണ്ടുപോകും. ഇത് ഡ്രീമിന്റെ സെക്കൻഡ് ലെയർ. സെക്കൻഡ് ലെയറിൽ ആർത്തർ ഉണർന്നിരിക്കും. ഈംസ് സ്വപ്നം കാണും. ബാക്കിയുള്ള കോബ്, അരിയാട്നെ, സൈറ്റോ, ഫിഷർ എന്നിവർ സ്വപ്നത്തിന്റെ തേർഡ് ലെയറിലേക്ക് എത്തും. ഇവിടെ വെച്ചാണ് ഫിഷറിന്റെ ആഴ്മനസ്സിൽ ഐഡിയ വിതയ്ക്കുന്നത്, അതായത് ഇൻസെപ്ഷൻ ചെയ്യുന്നത്. ഇൻസെപ്ഷൻ ചെയ്തതിനു ശേഷം ഇവർ എപ്പോൾ എഴുന്നേൽക്കണമെന്ന് വിചാരിക്കുന്നുവോ കറക്റ്റായി ഒരേ സമയം 3 ലെയറിലും ഒരു കിക്ക് കൊടുക്കണം. കിക്ക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു ഇമ്പാക്റ്റ് ആണ്. അതായത് 3ാമത്തെ ലെയറിലുള്ളവർ ഇൻസെപ്ഷൻ പൂർത്തിയാക്കിയതിനു ശേഷം അവരുള്ള ബിൽഡിംഗ് ബോംബ് വെച്ച്
തകർക്കും. അതേസമയം സെക്കൻഡ് ലെയറിൽ എല്ലാവരും ഒരു ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് ബോംബ് വെച്ച് തകർക്കും. അതേപോലെ ഫസ്റ്റ് ലെയറിൽ എല്ലാവരെയും വാനിൽ കയറ്റി വാൻ ഒരു ബ്രിഡ്ജിൽ നിന്നും മറിച്ചിടും. അങ്ങനെ 3 ലെയറിലും അറ്റ് എ ടൈം കിക്ക് കിട്ടുമ്പോൾ അവർ തിരിച്ച് റിയാലിറ്റിയിലേക്ക് എത്തും. കിക്ക് മൂലം ആരും മരിക്കില്ല, പക്ഷേ അവർ തൊട്ടു മുമ്പുള്ള ഡ്രീം ലെയറിലേക്ക് എത്തും. 3 ഡ്രീം ലെയറിൽ പോകുന്നത് കൊണ്ട് അവിടെ വെച്ച് അവർ മരിക്കാൻ പാടില്ല. മരിച്ചാൽ അവർ ലിംബോയിലേക്ക് എത്തും. ലിംബോയിൽ എത്തിയാൽ ലിംബോ ആണ് റിയാലിറ്റി എന്ന് കരുതി അവിടെ തന്നെ അവർ ജീവിക്കാൻ തുടങ്ങും. കോബിന്റെ ഭാര്യ മോളിന് ഉണ്ടായതുപോലെ. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു കൺഫ്യൂഷൻ കാണും. ബാക്കി കഥയിലേക്ക് കടക്കുമ്പോൾ ഞാനത് ക്ലിയർ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. റിയാലിറ്റിയിൽ 10 മണിക്കൂർ എന്നത് ഫസ്റ്റ് ലെയറിൽ ഒരാഴ്ചയാണ്. അതുപോലെ സെക്കൻഡ് ലെയറിൽ 6 മാസവും തേർഡ് ലെയറിൽ 10 വർഷവുമാണ്. ഇതും മൈൻഡിലൊന്ന് സേവ് ചെയ്തോ. ഇപ്പോൾ പ്ലാൻ എല്ലാം ഓക്കെയാണ്, പക്ഷേ ഇൻസെപ്ഷൻ എവിടെ വെച്ച് ചെയ്യും എന്ന് ചിന്തിക്കുമ്പോഴാണ് ഫിഷർ ആഴ്ചയിൽ 2 പ്രാവശ്യം ഫ്ലൈറ്റിൽ പോകും എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സൈറ്റോ ഇൻസെപ്ഷൻ നടത്താൻ വേണ്ടി ഫിഷർ പോകുന്ന എയർലൈൻ തന്നെ വിലയ്ക്ക് വാങ്ങുന്നു. ഇപ്പോൾ എല്ലാം ഓക്കെയായി. ഫ്ലൈറ്റിൽ വെച്ചാണ് അവർ ഇൻസെപ്ഷൻ ചെയ്യാൻ പോകുന്നത്. ഫിഷർ ആ ഫ്ലൈറ്റിൽ കയറുന്നു. ബാക്കിയുള്ളവരും ഒരു പാസഞ്ചറിനെ പോലെ ആ ഫ്ലൈറ്റിൽ കയറുന്നു. അതിനുശേഷം ഫിഷർ കുടിക്കുന്ന ഡ്രിങ്കിൽ ആ പവർഫുൾ ആയ ഡ്രഗ് ചേർത്ത് അവനെ മയക്കുന്നു. ഡ്രീം ഷെയറിംഗ് മെഷീൻ എടുത്ത് എല്ലാവരും കണക്ട് ചെയ്ത് യൂസഫിനെ ഉറക്കി അവന്റെ ഡ്രീമിലേക്ക് എല്ലാവരും പ്രവേശിക്കുന്നു. യൂസഫ് സ്വപ്നത്തിന് മുമ്പ് ഡ്രിങ്ക് ചെയ്തതുകൊണ്ടും മൂത്രമൊഴിക്കേണ്ട ഫീലിൽ സ്വപ്നം കണ്ടതുകൊണ്ടും ഡ്രീം വേൾഡിൽ നല്ല മഴ പെയ്യുകയാണ്. അറിയാട്ടിനെ ഒഴികെയുള്ള ബാക്കി 5 പേരും ഒരു കാറിൽ പോകുന്നു. അവിടെ നിന്ന് ഒരു ടാക്സി എടുത്ത് മഴയത്ത് ടാക്സിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഫിഷറിനെ അവർ കിഡ്നാപ്പ് ചെയ്യുന്നു. ഫിഷറിന്റെ മൈൻഡിൽ ആരും കയറി ഐഡിയാസ് മോഷ്ടിക്കാതിരിക്കാൻ അവനെ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സ്വപ്നത്തിൽ അവന്റെ ബോഡി ഗാർഡ്സ് അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആ ബോഡി ഗാർഡ്സ് എല്ലാം ഫിഷറിനെ രക്ഷിക്കാൻ ആ ടാക്സിയിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. ആ ഷൂട്ടിങ്ങിനിടെ സൈറ്റോയ്ക്ക് മുറിവേൽക്കുന്നു. അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ വെച്ച് കോബും ആർത്തറും തമ്മിൽ വഴക്കുണ്ടാകുന്നു. കാരണം ആർത്തർ ആണ് ഫിഷറിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മനസ്സിലാക്കി കൊണ്ടുവന്നത്. ആർത്തർ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുന്നതിനിടെ ഇൻസെപ്ഷൻ നടത്താതിരിക്കാൻ അവനെ ട്രെയിൻ ചെയ്തിരിക്കുന്ന കാര്യവും അറിയണമായിരുന്നു. എന്തായാലും ഇൻസെപ്ഷൻ ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുന്നു. കാരണം അവർക്ക് ഇതുപോലെ ഒരു അവസരം പിന്നീട് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് മാസ്ക് ഇട്ട് കോബും ആർത്തറും ഫിഷറിനോട് നിന്റെ അച്ഛന്റെ ബുക്ക് ഷെൽഫിന് താഴെ ഒരു പേഴ്സണൽ ലോക്കർ ഉണ്ട്, അതിന്റെ പാസ്വേഡ് എന്താണെന്ന് ചോദിക്കുന്നു. പക്ഷെ ഫിഷർ അങ്ങനെ ഒരു ലോക്കറിനെ കുറിച്ച് അറിയുക പോലുമില്ല. ഡ്രീമിന്റെ ഫസ്റ്റ് ലെയറിൽ ഫിഷറിന്റെ മനസ്സിൽ തന്റെ അച്ഛന്റെ ബുക്ക് ഷെൽഫിന്റെ താഴെ ഒരു ലോക്കർ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം ഈ ഫിഷറിന്റെ അച്ഛന്റെ കൂടെയുള്ള ഒരു അസിസ്റ്റന്റ് രൂപത്തിൽ മാറി ഫിഷറിനെ പോലെ തന്നെയും കിഡ്നാപ്പ് ചെയ്തു എന്ന മട്ടിൽ അവിടെ വന്ന് ഫിഷറിനോട് നിന്റെ അച്ഛൻ ഏതോ ഒരു ലോക്കറിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അതിന്റെ പാസ്വേഡ് നിനക്കേ അറിയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഫിഷറിന്റെ മനസ്സിൽ ലോക്കറിന്റെ കാര്യം അവർ വിതച്ചു കഴിഞ്ഞു. അതിനുശേഷം സെക്കൻഡ് ലെയറിലേക്ക് പോകാൻ ഫിഷറിനെ ഒരു പവർഫുൾ ഡ്രഗ് കൊടുത്ത് പിന്നെയും മയക്കുന്നു. എന്നിട്ട് എല്ലാവരെയും ഒരു വാനിൽ കയറ്റി ഡ്രീം മെഷീൻ ഉപയോഗിച്ച് ആർത്തറിന്റെ ഡ്രീമിലേക്ക് എല്ലാവരെയും പ്രവേശിപ്പിക്കുന്നു. ഇവിടെ യൂസഫ് ഉറങ്ങുന്നില്ല. യൂസഫ് ആണ് വാൻ ഡ്രൈവ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയറിൽ സൈറ്റോയ്ക്ക് ബുള്ളറ്റ് ഇട്ടിട്ടുണ്ട്. എങ്കിലും സൈറ്റോ സെക്കൻഡ് ലെയറിലേക്ക് പോകുന്നു. സെക്കൻഡ് ലെയറിൽ ഫിഷർ ഒരു ബാറിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടേക്ക് കോബ് വന്ന് ഫിഷറിനോട് സംസാരിക്കുന്നു. ഇതേ സമയം ഫസ്റ്റ് ലെയറിൽ യൂസഫ് ഓടിക്കുന്ന വാനിനെ ഫിഷറിന്റെ ഡ്രീമിലെ ബോഡി ഗാർഡ്സ് ആക്രമിക്കുന്നു. സെക്കൻഡ് ലെയറിൽ കോബ് ഫിഷറിനോട് ആരോ നിങ്ങളുടെ സ്വപ്നത്തിൽ കയറി നിങ്ങളുടെ രഹസ്യം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഫിഷറിന് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ലെയറിൽ യൂസഫ് ബോഡി ഗാർഡിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ അവരുടെ ബോഡി അനങ്ങുന്നത് പോലെ സെക്കൻഡ് ലെയറിൽ ഹോട്ടലിലുള്ള ലൈറ്റ്സും ഗ്ലാസും വെള്ളവുമെല്ലാം അണങ്ങുന്നു. ഇത് കാണിച്ച് കോബ് നിങ്ങളിപ്പോൾ ഡ്രീം വേൾഡിലാണ്, ആരോ നിങ്ങളുടെ മൈൻഡിൽ കയറി എന്തോ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു, അതെന്താണെന്ന് ചിന്തിക്ക് എന്ന് പറയുന്നു. ഫിഷർ ഇതിന് അവർ എന്നോട് എന്തോ ഒരു ലോക്കറിനെ കുറിച്ച് സംസാരിച്ചതായി ഞാൻ ഓർക്കുന്നു എന്ന് പറയുന്നു. കോബ് ഫിഷറിനെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടേക്ക് ഫിഷറിന്റെ മനസ്സിലുള്ള അവന്റെ അച്ഛന്റെ അസിസ്റ്റന്റ് വരുന്നു. കോബ് ഫിഷറിന് ആ അസിസ്റ്റന്റിന്റെ മേലിൽ ഒരു സംശയം ഉളവാക്കുന്നു. ആ അസിസ്റ്റന്റ് ആണ് ഫിഷറിനെ സ്വപ്നത്തിൽ കയറി പാസ്വേഡ് അറിയാൻ ശ്രമിക്കുന്നതെന്ന് ഫിഷറിനെ വിശ്വസിപ്പിക്കുന്നു. അത് ശരിയാണോ എന്ന് ഫിഷർ ആ അസിസ്റ്റന്റിനോട് ചോദിക്കുമ്പോൾ അതെ, നിന്റെ അച്ഛന്റെ ആഗ്രഹം അവരുടെ ബിസിനസ് നീ ഏറ്റെടുക്കാതെ സ്വയം മുന്നേറണം എന്നതാണ്, അങ്ങനെ നീ വലിയൊരു ബിസിനസ്മാൻ ആകണം എന്നതാണ് എന്ന് അസിസ്റ്റന്റ് പറയുന്നു. ഇവിടെ സെക്കൻഡ് ലെയറിൽ നിന്റെ അച്ഛന്റെ ബിസിനസ് ഏറ്റെടുക്കരുത്, നീ സ്വയം ബിസിനസ് ചെയ്ത് മുന്നേറണം എന്ന ചിന്ത ഫിഷറിന്റെ മനസ്സിൽ വിതയ്ക്കുകയാണ്. കോബ് ഫിഷറിനോട് ഈ അസിസ്റ്റന്റ് പറയുന്നത് ശരിയാണോ എന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് സത്യാവസ്ഥ അറിയാൻ അസിസ്റ്റന്റിന്റെ ഡ്രീമിലേക്ക് പോകാം എന്ന് ഫിഷറിനോട് പറഞ്ഞ് അവരെ മയക്കുന്നു. ഇപ്പോൾ സെക്കൻഡ് വേൾഡിൽ ഈംസിനെ ഉറക്കി ഈംസിന്റെ ഡ്രീം വേൾഡിലേക്ക് കോബ് ഫിഷർ
സൈറ്റോ, അരിയാഡ്നെ എന്നിവർ പ്രവേശിക്കുന്നു. ആർത്തർ ഫസ്റ്റ് ലെയറിൽ യൂസഫിനെ പോലെ സെക്കൻഡ് ലെയറിൽ ബാക്കിയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഡ്രീമിന്റെ തേർഡ് ലെയറിൽ അവരെല്ലാവരും ഒരു മഞ്ഞ പ്രദേശത്താണ്. അതിന്റെ നടുക്ക് ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലാണ് ഫിഷറിന്റെ അച്ഛൻ മരിക്കാറായി കിടക്കുന്നത്. ഫിഷർ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലെത്തി തന്റെ അച്ഛനെ കണ്ടാൽ അച്ഛൻ നീ എന്റെ ബിസിനസ് ഏറ്റെടുക്കരുത്, സ്വയം ബിസിനസ് ചെയ്ത് ജീവിക്കുക എന്ന് പറയും. അത് ഫിഷറിന്റെ മനസ്സിൽ പതിക്കും. അതോടെ കോബിന്റെ ഇൻസെപ്ഷൻ പ്ലാൻ സക്സസ് ആവും. പക്ഷേ ആ ഹോസ്പിറ്റലിന് ചുറ്റും ഫിഷറിന്റെ മനസ്സിലുള്ള ബോഡി ഗാർഡ് സെക്യൂരിറ്റിക്ക് നിൽക്കുകയാണ്. അവരെ കടന്നു വേണം പോകാൻ. സീൻ അവിടെ കട്ടായി ഫസ്റ്റ് ലെയറിനെ കാണിക്കുന്നു. ഫിഷറിന്റെ ബോഡി ഗാർഡ്സ് യൂസഫ് ഓടിക്കുന്ന കാറിനെ ചേസ് ചെയ്യുന്നത് കൊണ്ട് ഒരവസരത്തിൽ കാർ മറിയുന്നു. ഫസ്റ്റ് ലെയറിൽ കാർ മറിയുന്നത് കൊണ്ട് സെക്കൻഡ് ലെയറിൽ ഗ്രാവിറ്റി ടോട്ടലി ചേഞ്ച് ആകുന്നു. അവിടെ ആർത്തർ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയി നിന്ന് ഫിഷറിന്റെ മൈൻഡിലെ ബോഡി ഗാർഡ്സുമായി ഫൈറ്റ് ഉണ്ടാകുന്നു. ഒടുവിൽ അവൻ ബോഡി ഗാർഡ്സിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. യൂസഫ് പിന്നെയും ആ വാൻ എടുത്ത് ഒരു ബ്രിഡ്ജിലേക്ക് കയറുന്നു. അവർ പ്ലാൻ ചെയ്ത സമയം തീരാറായതുകൊണ്ട് യൂസഫ് ആർത്തറിനെ ഒരു മ്യൂസിക് കേൾപ്പിക്കുന്നു. അതായത് ഇനിയും 10 സെക്കൻഡിനുള്ളിൽ വാൻ ബ്രിഡ്ജിൽ നിന്നും മറിച്ചിട്ട് ഫസ്റ്റ് കിക്ക് കൊടുക്കും എന്നതിന്റെ സൂചനയാണത്. ഈ മ്യൂസിക് സെക്കൻഡ് ലെയറിലുള്ള ആർത്തറിനെ കേൾക്കുന്നു. അതുകൊണ്ട് സെക്കൻഡ് ലെയറിൽ കിക്ക് കൊടുക്കാൻ ആർത്തർ എല്ലാവരെയും ഒരു ലിഫ്റ്റിൽ കയറ്റി ലിഫ്റ്റിൽ ബോംബ് വയ്ക്കുന്നു. ഇതേ സമയം തേർഡ് ലെയറിൽ അവർക്ക് അധികം സമയമില്ല. കോബ് അരിയാഡ്നയോട് നീയല്ലേ ഈ ഡ്രീം ഡിസൈൻ ചെയ്തത്, അതുകൊണ്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് അരിയാഡ്നെ ഉണ്ട്, പക്ഷെ അത് ഞാൻ നിന്നോട് പറയില്ല, പറഞ്ഞാൽ മാൾ അവിടെ വന്ന് എല്ലാം നശിപ്പിക്കുമെന്ന് പറയുന്നു. സമയമധികം ഇല്ലാത്തത് കൊണ്ട് അവൻ ആ വഴി പറയാൻ നിർബന്ധിക്കുന്നു. അരിയാഡ്നെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആ വഴി പറഞ്ഞു കൊടുക്കുന്നു. ഫിഷറിനെ ആ വഴിയിലൂടെ കോബ് പറഞ്ഞുവിടുന്നു. ഫിഷർ ആ ഹോസ്പിറ്റലിൽ എത്തിയതും അവിടേക്ക് കോബിന്റെ വൈഫ് മാൾ വരുന്നു. ഇത് ദൂരെ നിന്ന് സ്നൈപ്പറിലൂടെ കോബ് കാണുന്നു. അരിയാഡ്നെ കോബിനോട് അത് റിയാലിറ്റി അല്ല, മാളിനെ ഷൂട്ട് ചെയ് എന്ന് പറയുന്നു. പക്ഷേ കോബിന് അത് കഴിയുന്നില്ല. അതേസമയം മാൾ ഫിഷറിനെ ഷൂട്ട് ചെയ്യുന്നു. ഇത് കണ്ട് കോബും മാളിനെ ഷൂട്ട് ചെയ്യുന്നു. മാൾ ഫിഷറിനെ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഫിഷർ ഇപ്പോൾ ലിംബോയിലേക്ക് പോയിരിക്കുകയാണ്. ഫിഷർ പൂർണ്ണമായും മരിച്ചിട്ടില്ല. തേർഡ് ലെയറിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഫിഷറിന് തേർഡ് ലെയറിൽ ഷോക്ക് കൊടുക്കണം. അതേസമയം ലിംബോയിൽ ഫിഷർ സൂസൈഡ് ചെയ്യണം. പക്ഷേ ലിംബോയിൽ സൂസൈഡ് ചെയ്യണമെന്ന് ഫിഷറിന് അറിയില്ല. അതുകൊണ്ട് അരിയാഡ്നെയും കോബും ലിംബോയിലേക്ക് പോയി ഫിഷറിനെ കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. അവർ ഡ്രീം മെഷീൻ ഉപയോഗിച്ച് ലിംബോയിലേക്ക് എത്തുന്നു. അതേസമയം ഫസ്റ്റ് ലെയറിൽ സൈറ്റോയ്ക്ക് ബുള്ളറ്റ് ഏറ്റതുകൊണ്ട് സൈറ്റോ മരിക്കുന്നു. അതുമൂലം സെക്കൻഡ് ലെയറിലും തേർഡ് ലെയറിലും ഉണ്ടായിരുന്ന സൈറ്റോയും മരിക്കുന്നു. അതുകൊണ്ട് സൈറ്റോയും ലിംബോയിലേക്ക് പോകുന്നു. കോബും അരിയാഡ്നെയും ഒടുവിൽ ഫിഷറിനെ കണ്ടെത്തുന്നു. അവിടെ മാളുമുണ്ട്. കോബ് മാളിനോട് സംസാരിക്കുന്നു. തേർഡ് ലെയറിൽ ഈംസ് ഫിഷറിന് ഷോക്ക് കൊടുക്കുന്ന അതേസമയം ലിംബോയിൽ അരിയാഡ്നെ ഫിഷറിനെ ബിൽഡിംഗിൽ നിന്നും താഴേക്ക് തള്ളിയിടുന്നു. അങ്ങനെ തേർഡ് ലെയറിൽ ഫിഷർ കണ്ണു തുറക്കുന്നു. ഈംസ് ഫിഷറിനോട് നിന്റെ അച്ഛനെ ചെന്ന് കാണ് എന്ന് പറയുന്നു. ഫിഷർ അവന്റെ അച്ഛനെ ചെന്ന് കാണുന്നു. അവന്റെ അച്ഛൻ നീ എന്റെ ബിസിനസ് ഏറ്റെടുക്കരുത്, സ്വന്തമായി ബിസിനസ് ചെയ്ത് മുന്നേറ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഫിഷറിന്റെ ആഴ്മനസ്സിൽ പതിയുന്നു. അങ്ങനെ കോബിന്റെ പ്ലാൻ സക്സസ് ആകുന്നു. അതുകൊണ്ട് ഈംസ് ആ ഹോസ്പിറ്റലിനെ ബോംബ് വെച്ച് തകർക്കുന്നു. ഇപ്പോൾ ലിംബോയിലുള്ള അരിയാഡ്നെയും കോബും സൂസൈഡ് ചെയ്ത് തേർഡ് ലെയറിലേക്ക് വരണം, എന്നാലേ റിയാലിറ്റിയിലേക്ക് അവർക്ക് തിരിച്ചു പോകാനാവൂ. അരിയാഡ്നെ ഇത് മനസ്സിലാക്കി കോബിനോട് വരാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ കോബ് ഇല്ല, ഈ സമയം കൊണ്ട് സൈറ്റോ മരിച്ചു കാണും, ഞാൻ അവനെയും കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറയുന്നു. ഇത് കേട്ട് അരിയാഡ്നെ ആ ബിൽഡിംഗിൽ നിന്നും ചാടി സൂസൈഡ് ചെയ്യുന്നു. അങ്ങനെ അവൾ തേർഡ് ലെയറിലേക്ക് എത്തുന്നു. തേർഡ് ലെയറിൽ ഹോസ്പിറ്റൽ തകർത്തതുകൊണ്ട് ആ കിക്കിൽ അവർ സെക്കൻഡ് ലെയറിലേക്ക് എത്തുന്നു. സെക്കൻഡ് ലെയറിൽ ആർത്തർ ലിഫ്റ്റിന് ബോംബ് വെച്ച് പൊട്ടിച്ചതുകൊണ്ട് എല്ലാവരും ഫസ്റ്റ് ലെയറിലേക്ക് എത്തുന്നു. സൈറ്റോയും കോബും ലിംബോയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഫസ്റ്റ് ലെയറിന് എത്തിയതിനു ശേഷം ഫിഷറിനെ നടത്തിയ ഇൻസെപ്ഷൻ ഓക്കെ ആണോ എന്ന് കൺഫേം ചെയ്യുന്നതിന് ഈംസ് അസിസ്റ്റന്റിന്റെ വേഷത്തിൽ ഫിഷറിനോട് പോയി സംസാരിക്കുന്നു. ഇപ്പോൾ ഫിഷറിന് അവന്റെ അച്ഛന്റെ ബിസിനസ് ഏറ്റെടുക്കാൻ താല്പര്യമേ ഇല്ല. സീൻ അവിടെ കട്ട് ചെയ്ത് ലിംബോയിലുള്ള കോബിനെ കാണിക്കുന്നു. കോബ് ഒരു കടൽ തീരത്ത് വീണ് കിടക്കുകയാണ്. അവിടേക്ക് കുറച്ച് ബോഡി ഗാർഡ്സ് വന്ന് അവനെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഗണ്ണും ഒരു ടോട്ടവും അവന്റെ ബോഡിയിൽ നിന്നും അവർക്ക് കിട്ടുന്നു. അവനെ ഒരാളുടെ മുൻപിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോകുന്നു. അത് വേറെ ആരുമില്ല, സൈറ്റോ ആണ്. സൈറ്റോയ്ക്ക് നല്ല പ്രായമായതുപോലെയാണ് കാണിക്കുന്നത്. കാരണം കുറെ വർഷങ്ങൾ സൈറ്റോ ലിംബോയിൽ ജീവിച്ചു. കോബ് സൈറ്റോവിനോട് ഇത് റിയൽ അല്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. സൈറ്റോ കോബിന്റെ ടോട്ടം എടുത്ത് കറക്കി നോക്കുന്നു. അത് നിർത്താതെ കറങ്ങുന്നത് കണ്ട് താൻ ലിംബോയിലാണ് എന്ന് സൈറ്റോയും മനസ്സിലാക്കുന്നു. അവിടെ വെച്ച് രണ്ടുപേരും സൂസൈഡ് ചെയ്ത് തിരിച്ച് റിയാലിറ്റിയിലേക്ക് വരുന്നു. അവരിപ്പോൾ ഫ്ലൈറ്റിൽ കണ്ണു തുറക്കുന്നു. ഫ്ലൈറ്റ് നേരെ ലോസ് ഏഞ്ചലിലേക്ക് ചെന്ന് നിർത്തുകയാണ്. സൈറ്റോ പറഞ്ഞതുപോലെ കോബിന്റെ മേലുള്ള എല്ലാ കേസും അവൻ മാറ്റിയിരിക്കുന്നു. കോബ് നേരെ കുട്ടികളെ കാണാൻ വീട്ടിലേക്ക് പോകുന്നു. പതിവ് പോലെ ടോട്ടം എടുത്ത് ഒരു ടേബിളിൽ കറക്കി നോക്കുന്നു. അപ്പോഴേക്കും അവന്റെ കുട്ടികൾ അവിടെ വന്നതുകൊണ്ട് അവൻ അവരുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. ക്യാമറ നേരെ ടോട്ടത്തിനെ കാണിക്കുന്നു. വീഴാറാകുന്നത് പോലെ ടോട്ടം
തോട്ടം കറങ്ങുന്നതും കാണിച്ച് ഈ സിനിമ അവസാനിക്കുന്നു. ഇനി നിങ്ങളോടുള്ള ഒരു ചോദ്യം, ഈ ക്ലൈമാക്സ് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. കോപ്പ് ഡ്രീം വേൾഡിലാണോ അതോ റിയാലിറ്റിയിലാണോ? നിങ്ങളുടെ ഉത്തരം കമന്റിൽ ഇടുക. എക്സ്പ്ലെയിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് സിനിമയുടെ അതേ ഓർഡറിലല്ല. നിങ്ങൾ എളുപ്പം മനസ്സിലാക്കുവാൻ വേണ്ടി ടൈം ലൈനിന്റെ ഓർഡറിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഇത് കണ്ടിട്ട് യഥാർത്ഥത്തിൽ ഞാൻ സ്വപ്നത്തിലാണോ എന്ന് ആർക്കെങ്കിലും കമന്റ് ഇടാൻ തോന്നുന്നുണ്ടെങ്കിൽ അതും ഈ കമന്റിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ബൈ.